നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാ പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർത്ഥയാത്രാ പർവം എന്ന് പറയുന്ന ഭാഗം അതിൻ്റെ പ്രതിപാദന രീതി കൊണ്ടും അതിലെ വാക്കുകൾ കൊണ്ടുമൊക്കെ വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 3000-ൽ പരം അന്ന് ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന തീർത്ഥസ്ഥാനങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചിട്ടും ഒക്കെ അതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അർജുനൻ്റെ അഭാവത്തിൽ അർജുനൻ ദിവ്യായുധങ്ങൾ നേടാൻ വേണ്ടിയിട്ട് തപസ്സിന് പോയി അവിടെ നിന്നും ദേവലോകത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ആ സമയത്ത് കാമിക വനത്തിൽ വളരെ ദുഃഖിതരായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ബാക്കിയുള്ള പാണ്ഡവരും കൃഷ്ണയും അവരെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ സമയത്ത് അർജുനൻ്റെയും ദേവേന്ദ്രൻ്റെയും നിർദ്ദേശപ്രകാരം അവർക്ക് വഴികാട്ടിയാകാൻ വേണ്ടിയിട്ട് ദേവലോകത്തു നിന്നുള്ള വന്നിട്ടുള്ള മുനിയാണ് ലോമശൻ. അദ്ദേഹം നേരത്തെ ഈ തീർത്ഥസ്ഥാനങ്ങളെല്ലാം 2 പ്രാവശ്യം അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹമാണ് വഴികാട്ടിയായിട്ട് ഇവരോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ ഭാഗത്തെ പ്രത്യേകതകൾ പറയും. അപ്പോൾ അതോടൊപ്പം തന്നെ ഓരോ ആശ്രമത്തിനും ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. ആ കഥകളൊക്കെ വളരെ വിശദമായിട്ട് പാണ്ഡവരോട് പറയുന്നുണ്ട്. ആ കഥകൾ ഇതിൻ്റെ അകത്ത് മഹാഭാരതത്തിലെ ഉപകഥകൾ കൊണ്ട് നിറഞ്ഞ ഒരു കഥാഭാഗമാണ് ഈ ഒരു തീർത്ഥയാത്രാപർവം എന്ന് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് യവക്രീതൻ എന്ന് പറയുന്ന ഒരു മുനിയുടെ കഥയെക്കുറിച്ചിട്ടാണ്. അപ്പം അത് വളരെ വിശദമായിട്ട് യവക്രീതൻ മാത്രമല്ല ശിബിയുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കഥകളൊക്കെ വിശദമായിട്ട് കേൾക്കണം എന്നുള്ളവരെ ഇതിന് തൊട്ടു മുമ്പുള്ള എപ്പിസോഡ് കേൾക്കുക. അപ്പം നമ്മൾ യവക്രീതൻ്റെ കഥ പറഞ്ഞതിന് ശേഷം അവർ ലോമശൻ്റെ നേതൃത്വത്തിൽ ഹിമാലയത്തിലേക്കാണ് പോയത്. തീർത്ഥയാത്രയുടെ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ ഹിമാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സാധാരണ ഭൂപ്രദേശം പോലെയല്ല, ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങളും ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ ആ സ്ഥലങ്ങളിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മന്ദരപർവ്വതം ആദ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അതിന് മുമ്പ് പല തീർത്ഥസ്ഥാനങ്ങളെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതിനുശേഷം മന്ദരപർവ്വതം കാണിച്ചിട്ട് കൊടുത്ത് പറഞ്ഞു, ഇവിടെയാണ് മണിഭദ്രനും യക്ഷരാജാവായിട്ടുള്ള കുബേരനും വസിക്കുന്നത് ഈ മന്ദരപർവ്വതത്തിലാണ്. ഇവിടെ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ള 80,000 ഗന്ധർവന്മാരും അതിൻ്റെ 4 ഇരട്ടി യക്ഷന്മാരും കിന്നരന്മാരും താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടം. അവരെല്ലാവരും മണിഭദ്രനെ ഇവിടെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ളവരും അതോടൊപ്പം തന്നെ പല രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിവുള്ളവരും പല വിധത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതീവമായിട്ടുള്ള ശക്തിയും കഴിവുമുള്ള ആൾക്കാരാണ്. ഇവരുടെ ശക്തി അതിമഹത്തരമാണ്. ദേവലോകത്തെ രാജാവായിട്ടുള്ള ഇന്ദ്രനെ പോലും കീഴടക്കി അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള അത്രയും ശക്തിയുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള യക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും എല്ലാവരും. ലോമശൻ തുടരുകയാണ്. ഈ ശക്തരായിട്ടുള്ള യക്ഷന്മാരുടെയും കിന്നരന്മാരുടെയും രക്ഷയിൽ കഴിയുന്ന ഈ പർവ്വതങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ പ്രവേശിക്കണമെങ്കിൽ സമാധിസ്ഥരായിട്ടുള്ള വ്രതമെടുക്കുന്ന സത്യസന്ധരായിട്ടുള്ള നേർവഴിക്ക് ചിന്തിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ആ സ്ഥലത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യുധിഷ്ഠിര, പാണ്ഡവരെ, നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടും മനഃശുദ്ധിയോടും കൂടിയിട്ട് വേണം ഇവിടേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ കുബേര രാജാവിൻ്റെ അനുചരന്മാരായിട്ടുള്ള രാക്ഷസഗണങ്ങളെയും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് യുധിഷ്ഠിര, നീ നിൻ്റെ പരാക്രമം പുറത്തെടുക്കേണ്ടി വരും. അതുകൊണ്ട് കരുതിയിരിക്കുക, ആയുധങ്ങളൊക്കെ സജ്ജരാക്കി വേണം നമുക്ക് ഇവിടെ നിന്ന് ഇനിയുള്ള യാത്ര തുടരാൻ വേണ്ടിയിട്ട്. യുധിഷ്ഠിര, ഈ വഴി പോകുന്നത് അതീവ ദുർഘടമായിട്ടുള്ള കാര്യമാണ്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തപശക്തിയും ഭീമൻ്റെ ശക്തിയും നിന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ മനസ്സ് ശുദ്ധമാക്കി വെച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള അർപ്പണബോധത്തോടു കൂടിയിട്ട് ഇവിടെ നിന്ന് മുന്നേറാൻ വേണ്ടിയിട്ട് നീ തയ്യാറാവുക. ഇവിടെയുള്ള പ്രകൃതിയും ഇവിടെയുള്ള നദികളും ഇവിടെയുള്ള പർവ്വതങ്ങളും എല്ലാം നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് ലോമശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. അതിനുശേഷം ലോമശൻ ഗംഗയോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭവതിയുടെ ജലഘോഷം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അജമീടഞ്ഞാൽ പൂജിതനായിട്ടുള്ള യുധിഷ്ഠിരൻ ഇതാ
അങ്ങയുടെ സവിധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ എല്ലാവിധ സംരക്ഷണങ്ങളും കൊടുത്തിട്ട് എല്ലാ ശൈലങ്ങളിൽ നിന്നും ഭവതി രക്ഷിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി ആ സമയത്ത് ലോമശൻ ഗംഗയോട് ഇത്തരത്തിൽ പ്രാർത്ഥിച്ചു. യുധിഷ്ഠിരൻ ഈ സമയത്ത് ഭീമനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭീമ, ലോമശൻ കുറച്ച് സംഭ്രമത്തിലാണെന്ന് തോന്നുന്നു. വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ വരുന്ന ദുർഘടങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം വളരെ സംഭ്രമത്തിലാണ്. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം. വൈശമ്പായനൻ കഥ തുടരുകയാണ്. യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഭീമ, അർജുനൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആപത്ത് വരുമ്പോൾ ദ്രൗപദി നിന്നെയാണ് സമീപിക്കുന്നത്, നിന്റെ ശക്തിയാണ് അവൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണയുടെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണവും ഉത്തരവാദിത്വവും നീ ഏറ്റെടുക്കണം. യുധിഷ്ഠിരൻ പറഞ്ഞു, ഇനിയുള്ള നമ്മളുടെ മാർഗം വളരെ ദുർഘടമാണ്. നമ്മൾ വിശപ്പും ദാഹവും ഒക്കെ അടക്കി വ്രതമെടുത്തിട്ട് തന്നെ വേണം ഈ മലകളൊക്കെ കയറാൻ വേണ്ടിയിട്ട്. കൈലാസപർവ്വതം ആണ് നമുക്കിനിയും കയറി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ഭീമ, നീ നിൻ്റെ സാമർഥ്യവും ബുദ്ധിയുമൊക്കെ ഈ സമയത്ത് നീ പുറത്തേക്ക് എടുക്കേണ്ടി വരും. കൈലാസപർവ്വതം കയറാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മുനി പറയുന്നത് നീ കേട്ടതല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ദ്രൗപദിയോടൊപ്പം ഇവിടെ കഴിയുക. അതോടൊപ്പം തന്നെ ദുർബലരായിട്ടുള്ള നമ്മളോടൊപ്പമുള്ള ബ്രാഹ്മണരും നമ്മളുടെ വാഹനങ്ങളും കുതിരകളും എല്ലാം ഇവിടെ തന്നെ നിൽക്കട്ടെ. സഹദേവനും ഇവിടെ തന്നെ നിൽക്കട്ടെ. ഞാനും നകുലനും ലോമശനും മാത്രം മുകളിലേക്ക് പോകാം. അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് അതായിരിക്കും നല്ലത്. ദുർബലയായിട്ടുള്ള ദ്രൗപദിക്ക് ഈ മല കയറാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ബ്രാഹ്മണർക്കും ഇത് അപ്രാപ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നീ അവരെയെല്ലാം സംരക്ഷിച്ച് ഇവിടെ നിൽക്കുക. ഞങ്ങൾ 3 പേരും മാത്രം മുകളിലേക്ക് പോകാം. അതായിരിക്കും നല്ലത് എന്ന് വീണ്ടും യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു. ഭീമൻ പറഞ്ഞു, ദ്രൗപദി അവൾ ക്ഷീണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവളെ മുന്നോട്ട് നയിക്കുന്നത് മുകളിലെത്തിക്കഴിഞ്ഞാൽ അർജുനനെ കാണാമെന്നുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹം അവൾക്ക് ശക്തി തരും. ആഗ്രഹം അവൾക്ക് മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ആ ഒരു ആഗ്രഹമാണ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവളെന്തായാലും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. അതോടൊപ്പം തന്നെ സഹദേവനും തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള അർജുനനെ കാണാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അവനും ഇവിടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയുള്ള ആപത്തിലേക്ക് ഞാൻ ഭവാനെ അങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് അങ്ങ് ചിന്തിക്കുക പോലും വേണ്ട. രാക്ഷസന്മാരോ യക്ഷന്മാരോ ഒക്കെ വരികയാണെങ്കിൽ അവരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശക്തി എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. ഞാൻ എന്തായാലും അങ്ങയെ വിട്ടുപറയാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. വേണമെങ്കിൽ ബ്രാഹ്മണരും കുതിരകളും തേരുകളും ഒക്കെ തിരിച്ചു പോയിക്കോട്ടെ. പക്ഷേ ഞാനും ബാക്കിയുള്ള പാണ്ഡവരും അങ്ങയെ എന്തായാലും വിട്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. കൃഷ്ണയും നമ്മളോടൊപ്പം വരും. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് ഭീമൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. അതിനുശേഷം യുധിഷ്ഠിരൻ തുടർന്നു, ഇനി പാഞ്ചാലിക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവളെ എൻ്റെ തോളത്തെടുത്തോളാം. അതോടൊപ്പം തന്നെ മാദ്രേയന്മാർക്ക് ദുർഘടമായിട്ടുള്ള മാർഗത്ത് എവിടെയെങ്കിലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ എടുത്തുകൊണ്ട് മറുകര കടത്തിക്കൊള്ളാം. അപ്പോൾ അവരുടെ സഞ്ചാരത്തിൻ്റെ ബുദ്ധിമുട്ടോർത്ത് അങ്ങ് വിഷമിക്കേണ്ട. അവരുടെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ എല്ലാത്തിനെയും ഞാൻ പരിഹരിച്ചു കൊള്ളാം. ഭീമൻ വീണ്ടും യുധിഷ്ഠിരനോട് പറഞ്ഞു. യുധിഷ്ഠിരൻ ഇത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു, ഭീമ, നിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുമ്പോട്ടേക്ക് പോകാം. നീ ദ്രൗപദിയെ എടുത്തുകൊണ്ട് നടക്കും എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഭീമ, നിനക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഞാൻ തരികയാണ് ഈ സമയത്ത്. അതോടൊപ്പം തന്നെ നമ്മളെ കഴിഞ്ഞ് ചെറുപ്പമായിട്ടുള്ള മാദ്രേയന്മാരെയും നീ എടുക്കുമെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിനക്കതിനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്ക് വളരെയധികം ഉറപ്പുണ്ട് ഭീമ. നിന്നെ ഓർത്ത് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ പാഞ്ചാലി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഭവാനെ, തൽക്കാലം അങ്ങ് എന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നടന്നു തന്നെ കയറിക്കൊള്ളാം. ലോമശൻ പറഞ്ഞു, ഇനി നമ്മൾ കയറാൻ പോകുന്ന ഗന്ധമാന പർവ്വതത്തിൽ കയറണമെങ്കിൽ തപോബലമുണ്ടെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മനസ്സ് വളരെ ശുദ്ധമാക്കുക. വ്രതശുദ്ധി ഭക്ഷണത്തിലും വാക്കുകളിലുമൊക്കെ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ അപകടമൊന്നും കൂടാതെ നമുക്ക് ഗന്ധമാന പർവ്വതം കടക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ലോമശൻ പറഞ്ഞു, നമുക്ക് തപോബലം കൊണ്ട് മാത്രമേ ഗന്ധമാന പർവ്വതത്തിൽ കയറാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഗന്ധമാന പർവ്വതത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അർജുനനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ അവർ സുബാഹു രാജാവിൻ്റെ രാജ്യ കവാടത്തിലെത്തിക്കഴിഞ്ഞു. സുബാഹു രാജാവ് പാണ്ഡവരുടെയും ബാക്കിയുള്ള തീർത്ഥാടകരുടെയും വരവറിഞ്ഞിട്ട് അവരെ
വളരെ ആദരപൂർവ്വം സ്വീകരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ കൊട്ടാരത്തിൽ അവിടെ പാർത്ത് അവരെ ക്ഷീണമെല്ലാം തീർത്തിട്ട് അവിടെ നിന്ന് സുബാഹുവിനോട് യാത്ര പറഞ്ഞിട്ട് അവിടെയുള്ള ബാക്കി തങ്ങളുടെ കൂട്ടത്തിലുള്ള ബ്രാഹ്മണരെയും ശരീരം കൊണ്ട് ദുർബലരായിട്ടുള്ള ദ്രൗപദിയുടെ പരിചാരകരെയും ഒക്കെ അവിടെ ആ കൊട്ടാരത്തിൽ സുബാഹുവിനെ ഏൽപ്പിച്ചതിന് ശേഷം അവർ വീണ്ടും കാൽനടയായിട്ട് തങ്ങളുടെ തേരും കുതിരകളെയെല്ലാം അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അവർ വീണ്ടും ഗന്ധമാന പർവ്വതം കയറാൻ വേണ്ടിയിട്ട് കാൽനടയായിട്ട് അവർ യാത്രയായി. ആ സമയത്ത് യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങളോടും കൃഷ്ണയോടും കൂടി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്ത ഒരു കർമ്മവും അത് ഒന്നും വെറുതെയായി പോയില്ല. നമ്മളെ ചതികൊണ്ട് ഈ അവസ്ഥയിലാക്കിയ കൗരവന്മാരെല്ലാവരും ഭാവിയിൽ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ അർജുനനെ കാണാതെ എൻ്റെ മനസ്സ് വല്ലാതെ കിടന്ന് വിഷമിക്കുകയാണ്. ഒരു പഞ്ഞി എങ്ങനെയാണോ അഗ്നിയിൽ കത്തി അമരുന്നത്, അതുപോലെ എൻ്റെ മനസ്സ് കിടന്ന് വല്ലാതെ വിഷമിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒരു വിഷമമുണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടും അറിയാം. നമ്മളെന്തായാലും മുകളിൽ എത്തിക്കഴിയുമ്പോൾ അർജുനനെ കാണും. പക്ഷേ അർജുനനെ കാണാതെ എൻ്റെ മനസ്സ് അതിഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ശക്തിയെല്ലാം ആ ദുഃഖം മൂലം നശിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. തെറ്റായ മാർഗം അവലംബിച്ചു കഴിഞ്ഞാൽ, അതായത് അധർമ്മം ചെയ്തു വന്നു കഴിഞ്ഞാൽ ഈ ഇന്ദ്രനെ പോലും എതിർക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ളവനാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള അർജുനൻ. അവനാണ് നമ്മളുടെ രക്ഷകൻ. അവൻ ഇല്ലാത്തത് കൊണ്ടുള്ള ദുഃഖം അത് എനിക്ക് സഹിക്കാൻ വയ്യാത്തതായി തീർന്നിരിക്കുകയാണ് സഹോദരന്മാരെ. നമുക്ക് എന്തായാലും അവനെ കാണാൻ വേണ്ടിയിട്ട് ഈ കഷ്ടപ്പാട് സഹിച്ചേ പറ്റൂ. യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങളോടും പാഞ്ചാലിയോടുമായിട്ട് പറഞ്ഞു. അവൻ പല ദിക്കുകളിൽ നിന്നും നേടിക്കൊണ്ടുവന്ന ധനവും രത്നങ്ങളുമെല്ലാം ഇപ്പോൾ ദുര്യോധനൻ്റെ പക്കലായിരിക്കുന്നു. അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അർജുനൻ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മാത്രമേ അതിനു വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. ഭീമൻ്റെ ശക്തിയിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ട്. എന്നാലും അർജുനനാണ് നമ്മളുടെ എല്ലാവരുടെയും ബലം. നമ്മുടെയൊക്കെ മനസ്സ് ഇപ്പം അർജുനനെ കാണാതെ ഇവിടെ കിടന്നുകൊണ്ട് വേദനിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങളും എല്ലാം എന്നെപ്പോലെ തന്നെ അർജുനനെ കാണാൻ വേണ്ടിയിട്ടുള്ള അതിയായിട്ടുള്ള ആഗ്രഹവുമായിട്ടാണ് ഇരിക്കുന്നതെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും നമുക്ക് മുകളിലേക്ക് പോയി അർജുനൻ്റെ സമക്ഷത്ത് നമുക്ക് എത്തണം. യുധിഷ്ഠിരൻ തുടരുകയാണ്. തേരുകളുമായിട്ട് നമുക്കൊരിക്കലും ഈ വഴിയെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മൾ കാൽനടയായിട്ട് തന്നെ ഈ വഴി മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇവിടെ മനസ്സിൽ ലുബ്ധുള്ളവർക്കോ മനസ്സിൽ ക്രോധമോ കാമമോ ഒക്കെ നിറച്ചു വെച്ചിരിക്കുന്നവർക്കോ തപോനിഷ്ഠയില്ലാത്തവർക്കോ വ്രതനിഷ്ഠയില്ലാത്തവർക്കോ ഒരിക്കലും ഈ വഴി അപകടം കൂടാതെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മളെന്തായാലും ഈ പുണ്യഭൂമികളൊക്കെ സന്ദർശിച്ച് ഈ മല കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാപ്തി നേടിയെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ധൈര്യമായിട്ട് ഈ മല കയറാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാം. ആ സമയത്ത് ലോമശൻ ഈ ലോമശൻ യുധിഷ്ഠിരനോടും പാണ്ഡവരോടും തീർത്ഥയാത്ര സംഘത്തിനോടുമായിട്ട് പറഞ്ഞു, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദിവ്യമായിട്ടുള്ള മന്ദരപർവ്വതം നമ്മളുടെ മുമ്പിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. നിങ്ങൾ ഏകാഗ്രമായിട്ടുള്ള ചിത്തരും അതോടൊപ്പം തന്നെ ഭയം മനസ്സിലൊട്ടും തീണ്ടാത്തവരായിരിക്കണം. നിർഭയരായിട്ടുള്ളവർക്ക് മാത്രമേ ആ പർവ്വതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ചെല്ലുന്നത് ദേവന്മാർ വസിക്കുന്ന സ്ഥലത്തേക്കാണ്. പക്ഷേ അവരെ നമുക്ക് നമ്മുടെ നേരിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ പുണ്യകർമാക്കളായിട്ടുള്ള മഹർഷിമാരുടെ വാസസ്ഥലവും കൂടിയാണ് ഈ ഒരു പ്രദേശം. പുണ്യവതിയായിട്ടുള്ള ഗംഗയുടെ ഉത്ഭവസ്ഥാനവും ഇവിടെ നിന്നാണ്. മഹാത്മാക്കളായിട്ടുള്ള ബാലഖില്യന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരുമൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ആകാശഗംഗയെ പൂജിക്കുന്നു. ഇവിടെ നിന്നാണ് ആകാശത്തു നിന്നും ഗംഗ മഹാദേവൻ്റെ ജടയിലേക്ക് പതിച്ചത്. മരീചി, അഗസ്ത്യൻ, ഭൃഗു, അങ്കിരസ് തുടങ്ങിയ മഹാന്മാരായിട്ടുള്ള ഋഷിമാരൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ഗംഗയെ പൂജിക്കുന്നുണ്ട്. സൂര്യചന്ദ്രന്മാരും നക്ഷത്രഗണങ്ങളുമൊക്കെ ഇവിടെ വന്നിട്ടാണ് ഗംഗാദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ശുദ്ധമാനസരായിട്ട് ആകാശഗംഗയാകുന്ന ആ ഗംഗാദേവിയെ ചെന്ന് കണ്ടിട്ട് നമസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് ലോമശൻ ആകാശഗംഗയെ നമസ്കരിക്കുവാൻ വേണ്ടിയിട്ട് പാണ്ഡവരെ പറഞ്ഞു വിട്ടു. മഹാത്മാവായിട്ട് ലോമശൻ്റെ വാക്ക് കേട്ടിട്ട് പാണ്ഡവർ ആകാശഗംഗയെ കൈകൂപ്പി തലകുനിച്ച് വന്ദിച്ചു. അതിനുശേഷം അവർ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് മേരുപർവ്വതം പോലെ ഉയർന്ന നിലയിൽ കിടക്കുന്ന ഒരു അസ്ഥികൂടം അവിടെ കണ്ടു. അതോടൊപ്പം തന്നെ ഒരുപാട് അസ്ഥികളും അവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലോമശൻ പറഞ്ഞു, നിങ്ങൾ ഈ അസ്ഥികൂടം കണ്ടിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്രയോ യുഗങ്ങളായിട്ട് ഇതിവിടെ കിടക്കുന്നതാണ്. ഇത് നരകാസുരൻ്റെ അസ്ഥികൂടമാണ്. വളരെ പണ്ട് തപസ്സും സ്വാധ്യായം കൊണ്ട് 10,000 വർഷം തപസ് ചെയ്ത നരകാസുരൻ അതിയായിട്ടുള്ള തപോബലവും ശരീരബലവും നേടിയെടുത്തു.
അവൻ ഇന്ദ്രൻ പദവി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഈ തപോബലവും ശരീരോബലവുമുള്ള നരകാസുരനെ നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കാതെ ഇന്ദ്രൻ ഭയപ്പെട്ടിട്ട് ഭഗവാൻ വിഷ്ണുവിനെ ആശ്രയം പ്രാപിച്ചു. ഭഗവാൻ വിഷ്ണു ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഇന്ദ്രനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട കാര്യമില്ല, നീ കുറച്ചു നേരം ഒന്ന് കാത്തിരിക്കൂ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു മുഹൂർത്ത സമയം കഴിഞ്ഞപ്പോൾ ഭഗവാൻ വിഷ്ണു വെല്ലുവിളിച്ചു കൊണ്ടുവന്ന നരകാസുരനെ വലത് കൈ കൊണ്ട് ഒരടിയടിച്ചു. ആ അടിയേറ്റിട്ട് നരകാസുരൻ മരിച്ചു വീണ സ്ഥലമാണിത്. അവൻ്റെ അസ്ഥിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നരകാസുരൻ്റെ കഥ തന്നെ പല പുരാണങ്ങളിലും പല രീതിയിലാണ് പറയപ്പെട്ടിട്ടുണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ ചെറിയ ഒരു പ്രതിപാദനത്തിലൂടെ വ്യാസഭഗവാൻ നരകാസുരൻ്റെ കഥ ഒതുക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന്റെ വലിയൊരു മഹത്കർമ്മവും നടന്ന ഒരു സ്ഥലം കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമി പണ്ട് പാതാളത്തിലേക്ക് ആഴ്ന്നുപോയി. ആ ഭൂമിയെ പന്നിയുടെ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഭഗവാനായിട്ടുള്ള വിഷ്ണുവാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭഗവാനെ എനിക്ക് ആ കഥ കേൾക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, അങ്ങ് ആ കഥ ഞങ്ങളുടെ അടുത്ത് വിശദമായിട്ട് പറഞ്ഞു തന്നാലും അപേക്ഷിച്ചു. ഇത് കേട്ടൊരു ലോമശൻ പറഞ്ഞു, ആ പുണ്യമായിട്ടുള്ള കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങളത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുക. പണ്ട് കൃതായുഗം ആരംഭിച്ച സമയത്ത് മഹാദേവൻ തൻ്റെ കർമ്മങ്ങളെല്ലാം നിർത്തിവെച്ചിട്ട് നിഷ്ക്രിയനായിട്ടിരുന്നു. അതോടുകൂടിയിട്ട് ഭൂമിയിൽ സംഹാരം ഇല്ലാതായി, ജനനം മാത്രം നടക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഭൂമിയിൽ ജനിക്കുന്ന ആരും മരിക്കാത്ത അവസ്ഥയായി. ഭൂമിയിലെ ജീവജാലങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ഭാരം ഭൂമിദേവിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭൂമിയിൽ ആരും മരിക്കാത്ത അവസ്ഥ, ഒരു ജീവജാലിയും മരിക്കാത്ത അവസ്ഥ. അവിടെ മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രാക്ഷസന്മാരുടെയും ഒക്കെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭൂമി ഭയാനകമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തീർന്നു. ഈ ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി താഴേക്ക് പതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭൂമി അങ്ങനെ 100 യോജന താന്ന് പാതാളത്തിലേക്ക് വീണുപോയി. തനിക്ക് വീണ്ടും ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് ഭൂമിദേവി ചെന്നിട്ട് ഭഗവാൻ നാരായണൻ്റെ അടുത്ത് ചെന്നിട്ട് തൻ്റെ ദുഃഖം അറിയിച്ചു, തന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവൾ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇവിടുത്തെ ജീവജാലങ്ങളുടെ ആധിക്യം മൂലം എനിക്ക് ഭൂമിയുടെ ഭാരം താങ്ങാൻ വേണ്ടിയിട്ടുള്ള ശക്തിയില്ലാതായിരിക്കുന്നു. അങ്ങ് ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം, അങ്ങ് ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് നാരായണൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാനും ആ ഭൂമിയിലെ ജീവജാലങ്ങളുടെ എണ്ണം കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചതിന് ശേഷം ഭൂമിദേവിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഭഗവാൻ വിഷ്ണു ഭീകരരൂപിയായിട്ടുള്ള ഒറ്റത്തേറ്റയുള്ള ഒരു വരാഹത്തിൻ്റെ ഒരു പന്നിയുടെ രൂപമെടുത്തു. അത് പുകയുരുന്നത് പോലെ നിമിഷ നേരം കൊണ്ട് വലിപ്പം വെക്കാൻ തുടങ്ങി. ഭൂമിയെ കഴിഞ്ഞും അനേക യോജന വലിപ്പം ആ വരാഹത്തിനുണ്ടായി. അതിനുശേഷം നിമിഷ നേരം കൊണ്ട് ഭൂമിയെ 100 യോജന മുകളിൽ അതിൻ്റെ യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിച്ചു. ആ സമയത്ത് അതിശക്തമായിട്ടുള്ള കുലുക്കവും ഇളക്കവും ഒക്കെ ഭൂമിയിൽ ഉണ്ടായി. അങ്ങനെ ഭൂമിയിലെ ഭൂജലങ്ങളുടെയൊക്കെ എണ്ണം ഭയങ്കരമായിട്ട് വീണ്ടും കുറയാൻ തുടങ്ങി. ആ സമുദ്രാവസ്ഥ അവിടെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിഭയങ്കരമായിട്ടുള്ള ഭൂചലനങ്ങളും ഇളക്കങ്ങളുമാണ് ആ സമയത്ത് ഭൂമിയിലുണ്ടായത്. ഭൂമിയിലുള്ള ആർക്കും കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. ഇത് കണ്ടിട്ട് ദേവകളും ഋഷിമാരുമെല്ലാം പേടിച്ചിട്ട് തങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ അടുത്ത് ഭഗവാനെ, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൂമിക്ക് അതിഭയങ്കരമായിട്ടുള്ള ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അവിടെ കാലുകുത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജീവജാലങ്ങളുടെ എണ്ണമൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആരുടെ പ്രവൃത്തിയാണിത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഇത് അസുരന്മാരുടെ ഒന്നും പ്രവൃത്തിയല്ല. ഭൂമിയിലെ ജീവജാലങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ വിഷ്ണു വരാഹരൂപം എടുത്തിട്ട് വീണ്ടും ഭൂമിദേവിയെ പഴയ സ്ഥാനത്തേക്ക് എത്തിച്ചതാണ്. അത് വീണ്ടും പഴയ പോലെ ആയിക്കോളും. ഭൂമിയെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഇളക്കം കൊണ്ടാണ് ഭൂമിയിലെ ജീവജാലങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞത്. അത് ഭൂമിയുടെ സമതുലാവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാൻ നാരായണൻ ചെയ്ത കാര്യമാണ്. നിങ്ങളാരും പേടിക്കണ്ട. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ദേവന്മാരും ഋഷിമാരും ചോദിച്ചു, ഞങ്ങൾക്ക് ആ ദിവ്യരൂപത്തിനെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും? അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും നന്ദവനത്തിലേക്ക് ചെല്ലൂ. നന്ദവനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വരാഹരൂപത്തിലുള്ള ഭഗവാനെ അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ നന്ദനത്തിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വരാഹരൂപത്തിലുള്ള ഭഗവാൻ വിഷ്ണുവിനെ നിങ്ങൾക്ക് അവിടെ ദർശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ മാറിടത്തിൽ ശ്രീവത്സവും തെളിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ആ ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട് ദേവകളും ഋഷിമാരും എല്ലാം കൂടെ നന്ദനത്തിലേക്ക് യാത്രയായി.
ആ പുണ്യസ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ലോമശൻ പാണ്ഡവരോടും പാഞ്ചാലിയോടുമായിട്ട് പറഞ്ഞു. ആ പുണ്യസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ലോമശൻ തൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ലോമശൻ പറഞ്ഞ കഥകൾ കേട്ടിട്ട് സന്തുഷ്ടരായിട്ടുള്ള പാണ്ഡവർ ഗന്ധമാന പർവ്വതത്തിലേക്ക് കാൽനടയായിട്ട് പ്രവേശിച്ചു. പിന്നെ കുത്തനെയുള്ള കയറ്റങ്ങളും ദുർഘടങ്ങളായിട്ടുള്ള പാതകളും നിറഞ്ഞതായിരുന്നു ഗന്ധമാന പർവ്വതത്തിലേക്കുള്ള വഴി, അതിൻ്റെ മുകളിലേക്കുള്ള വഴി. അവരവിടെ പ്രവേശിച്ച ഉടനെ തന്നെ പ്രകൃതി അതിശക്തമായിട്ട് അവിടെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിശക്തമായിട്ടുള്ള മഴയും അതോടൊപ്പം തന്നെ കൊടുങ്കാറ്റും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. കൊടുങ്കാറ്റിൻ്റെ ശക്തി കാരണം അവരെല്ലാവരും എടുത്ത് എറിയപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. ആ സമയത്ത് ഭീമൻ കൃഷ്ണയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃഷ്ണയെ പൊതിഞ്ഞ് ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാറി നിന്നു. ബാക്കിയുള്ളവരൊക്കെ വലിയ വലിയ കല്ലുകളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ ചുവട്ടിൽ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ എല്ലാവരും അഭയം പ്രാപിച്ചു. പരസ്പരം കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ആ പ്രകൃതിയുടെ ആ ക്ഷോഭം മൂലം അവർക്ക്. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ പ്രകൃതി വീണ്ടും ശാന്തമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് വന്നു. ആ സമയത്ത് പാണ്ഡവർക്കെല്ലാം പരസ്പരം കാണാനും സാധിച്ചു. അവരെല്ലാവരും വീണ്ടും ഒരുമിച്ച് കൂടി വീണ്ടും അവർ ഗന്ധമാന പർവ്വതത്തിലേക്കുള്ള യാത്ര അവർ പുനരാരംഭിച്ചു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ കുത്തനെയുള്ള കയറ്റമാണ്. നടന്നു തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. പാഞ്ചാലി ധൈര്യപൂർവ്വം കുറച്ചു ദൂരം നടന്നെങ്കിലും അവളുടെ ആ ശരീരം, മൃദുവായിട്ടുള്ള ശരീരത്തിന് അതിശക്തമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൾ തുടയിൽ കൈതാങ്ങി അവിടെ നിന്നെങ്കിലും ക്ഷീണം കാരണം തൻ്റെ ശരീരത്തിൻ്റെ ശക്തിയെല്ലാം വാർന്നു പോകുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ ബോധം പോയി ആ ഭൂമിയിലേക്ക് പതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതുകൊണ്ടുള്ള നകുലൻ ഓടി വന്നിട്ട് അവളെ അപകടത്തിൽ നിന്നും താങ്ങി രക്ഷിച്ചു. ആ സമയത്ത് പാണ്ഡവരെല്ലാവരും അവളുടെ ചുറ്റിനും കൂടി ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. യുധിഷ്ഠിരൻ ഓടി വന്നിട്ട് അവളെ മടിയിൽ കിടത്തിയിട്ട് യുധിഷ്ഠിരൻ വിലപിക്കാൻ ആരംഭിച്ചു. ഈ രാജപുത്രിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകേണ്ട എന്ത് കാര്യമാണുള്ളത്? അവൾ വളരെ സുഖലോലുപമായിട്ടുള്ള പട്ടുമത്തയിൽ കിടന്നുറങ്ങേണ്ടവളാണ് ഇപ്പോൾ ഇവിടെ ഈ ദുർഘടമായിട്ടുള്ള കാലാവസ്ഥയിൽ, ഈ ദുർഘടമായിട്ടുള്ള ഭൂമിയിൽ ഇത്ര കഠിനമായിട്ട് കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പാപം ചെയ്തിട്ടാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ജ്യേഷ്ഠൻ്റെ വിലാപം കണ്ടിട്ട് പാണ്ഡവരെല്ലാവരും കൂട്ടത്തിൽ പാഞ്ചാലിയുടെ അവസ്ഥ ഓർത്തിട്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ധൗമ്യൻ്റെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണന്മാർ വന്നിട്ട് മന്ത്രം ചൊല്ലിയ ജലം ഉപയോഗിച്ചിട്ട് അവിടെ മന്ത്രജലം കൊണ്ട് വീര്യമുള്ള ജലം അത് പാഞ്ചാലിയുടെ ദേഹത്ത് മുഴുവൻ തളിച്ചു. ആ സമയത്ത് കുളിർ കാറ്റും അടിച്ചു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ശക്തി വീണ്ടെടുത്തിട്ടുള്ള പാഞ്ചാലി എഴുന്നേറ്റ് നിന്നു. അവൾക്ക് വീണ്ടും തൻ്റെ ശരീരത്തിൻ്റെ ശക്തിയെല്ലാം ആ മന്ത്രജലത്തിൻ്റെ ശക്തി കൊണ്ട് തിരിച്ചു കിട്ടി. ആ സമയത്ത് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഭീമ, ഇനിയും ദുർഘടമായിട്ടുള്ള വഴിയാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. മഞ്ഞ് മൂടിയിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള കയറ്റങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് നടന്നു കയറാൻ വേണ്ടിയിട്ട് പാഞ്ചാലിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഭീമ, നീ ഇവളെ തോളിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ മാദ്രേയന്മാർക്കും അതിനുള്ള ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നീ അവരെയും തോളിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പം ആ സമയത്ത് ഭീമൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ എല്ലാവരെയും തോളിലെടുത്തുകൊണ്ട് നിഷ്പ്രയാസം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ബ്രാഹ്മണരുണ്ടല്ലോ, അവരുടെയൊക്കെ അവസ്ഥ എന്താവും? അതുകൊണ്ട് അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ പുത്രനായിട്ടുള്ള ഘടോൽക്കജനെ ഞാൻ ഇവിടത്തേക്ക് വരുത്താം. ഞാൻ ഏത് നിമിഷമാണോ അവനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, ആ സമയത്ത് ഹിഡിംബിയുടെ പുത്രനായിട്ടുള്ള ഘടോൽക്കജൻ എൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പ്രിയപുത്രൻ എൻ്റെ സഹായത്തിനായിട്ട് എത്താമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ആ രാക്ഷസി പുത്രനെ ഞാൻ ഇവിടത്തേക്ക് വരുത്താമെന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭീമൻ്റെ ഇച്ഛ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഭീമൻ തൻ്റെ മകനായിട്ടുള്ള ഘടോൽക്കജനെ മനസ്സിൽ സ്മരിച്ചു. ആ സമയത്ത് പർവ്വതം പോലെ വലിപ്പമുള്ള ഘടോൽക്കജൻ ഭീമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഭീമൻ്റെ കാൽക്കൽ വീണ് വണങ്ങി. തൻ്റെ പുത്രനെ സ്നേഹവാത്സല്യം കൊണ്ട് ഭീമൻ പുണർന്നു. അതിനുശേഷം ഭീമൻ തൻ്റെ അമ്മയായിട്ടുള്ള ദ്രൗപദിയെയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പാണ്ഡവരെയും അവിടെയുള്ള ഗുരുജനങ്ങളെയും എല്ലാം വീണു വണങ്ങി. ശേഷം എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്ത് സഹായം വേണമെങ്കിലും തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള രാക്ഷസനാണ് ഞാൻ. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ പറഞ്ഞു, ദ്രൗപദിയെയും ബാക്കിയുള്ളവരെയൊക്കെ ഈ ഗന്ധമാന പർവ്വതം കയറ്റാൻ വേണ്ടിയിട്ട് നീ സഹായിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാം നടന്നു കയറുന്ന സമയത്ത് നീ സാവകാശം ദ്രൗപദിയെയും മാദ്രേയന്മാരെയും എടുത്തിട്ട്
അതോടൊപ്പം തന്നെ ധർമ്മരാജാവിനെ എടുത്തിട്ട് ആകാശമാർഗ്ഗേന ഞങ്ങളോടൊപ്പം വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ എല്ലാവരും വളരെ നിസ്സാരമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ ധാരാളം രാക്ഷസന്മാരും വന്നിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ ഈ തീർത്ഥ സംഘത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും ഗന്ധപാനപർവ്വതത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആകാശമാർഗ്ഗേന എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുള്ളവരാണ്. അവരൊക്കെ വളരെ ധാർമ്മികരും അതോടൊപ്പം തന്നെ മഹാശക്തന്മാരുമായിട്ടുള്ള രാക്ഷസന്മാരാണ്. അച്ഛാ, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അവരെയും കൂടി ഞാൻ സഹായത്തിന് വിളിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഘടോൽക്കജൻ്റെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞിട്ട് യുധിഷ്ഠിരനോട് അനുവാദം ചോദിച്ചതിന് ശേഷം ഭീമൻ അതിന് അനുവാദം കൊടുത്തു. അങ്ങനെ പാണ്ഡവരെയും പാഞ്ചാലിയെയും ധർമ്മരാജാവിനെയും സൗമിനെയെല്ലാം ഘടോൽക്കജൻ ഒറ്റയ്ക്ക് തോളിലെടുത്തിട്ട് ആകാശമാർഗ്ഗേന മുകളിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ബ്രാഹ്മണരെയെല്ലാം എടുത്തുകൊണ്ട് ബാക്കിയുള്ള രാക്ഷസരും ആകാശമാർഗ്ഗേന ഗന്ധമാനപർവ്വതത്തിൻ്റെ മുകളിലേക്ക് പറക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്താണ് സൂര്യനെ പോലെ തേജസ്വിയായിട്ടുള്ള ലോമശനും തൻ്റെ തപോശക്തി കൊണ്ട് അവരോടൊപ്പം ആകാശത്തിലൂടെ മുകളിലേക്ക് ഗന്ധമാനപർവ്വതത്തിൻ്റെ മുകളിലേക്ക് പറക്കുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അത് അത്ഭുതം നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു അന്ന് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതിവലുവന്മാരും ആകാശചാരികളുമായിട്ടുള്ള ആ രാക്ഷസ പ്രമുഖരുടെ സഹായത്തോടു കൂടിയിട്ട് പാണ്ഡവരും തീർത്ഥയാത്രാ സംഘവും അതിവേഗത്തിൽ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർ ഗക്ഷന്മാരുടെയും ഗന്ധർവന്മാരുടെയും ഒക്കെ വാസസ്ഥലങ്ങളും പല മഹർഷിമാരുടെയും ആശ്രമങ്ങളുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നിന്ന് ആകാശത്തിൽ നിന്ന് അവരെ കാണുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനെയൊക്കെ ഈ രാക്ഷസന്മാരുടെ തോളിലിരുന്നുകൊണ്ട് അവർ മനസ്സുകൊണ്ട് അതിനെയൊക്കെ വണങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അവർ കൈലാസപർവ്വതം ദൂരത്ത് കണ്ടു. ആ സമയത്ത് അവർ നാരായണാശ്രമത്തിൽ എത്തിച്ചേർന്നു. ഈ രാക്ഷസ വീരന്മാരെല്ലാവരും കൂടി അവരെ നാരായണാശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി. എല്ലായ്പ്പോഴും പൂവുകളും കായ്കളും നിറഞ്ഞ് മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു ആശ്രമമാണ് ബദര്യാശ്രമം. വളരെ മനോഹരമായിട്ടുള്ള പുല്ലുകൾ കൊണ്ട് മുള്ളുകളും ക്ഷുദ്രജീവികളോ കൊതുകിനെ പോലെയുള്ള പ്രാണികളോ ഒന്നുമില്ലാത്ത ആ സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ പരന്നു കിടക്കുന്നത് അവർ കണ്ടു. ആ ബദര്യാശ്രമത്തിൻ്റെ ഭംഗി അവിടെ നിന്നുകൊണ്ട് അവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെ ഇറങ്ങിയ പാണ്ഡവരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെയുള്ള കാഴ്ചകളെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. മനസ്സിൽ ശുദ്ധിയുള്ളവർക്കും അതോടൊപ്പം തന്നെ തപോനിഷ്ഠന്മാർക്കും മാത്രമേ അവിടെ കാലുകുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നുള്ളൂ. ആ മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടിട്ട് അവരുടെ മനസ്സും ശരീരവുമൊക്കെ വളരെ ഉന്മേഷത്തിലായി. യജ്ഞോപകരണങ്ങൾ അടുത്ത് സൂക്ഷിച്ചിട്ടുള്ള അനേകം യാഗാഗ്നികൾ അവിടെ ഉയർന്നു നിൽക്കുന്നത് അവർക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. അങ്ങനെ സ്വർഗം പോലെ മനോഹരമായിട്ടുള്ള ആ ബദര്യാശ്രമം അവരെ ചുറ്റി നടന്ന് കാണുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ബദര്യാശ്രമത്തെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധ്യമല്ല. അവിടെയുള്ള മഹർഷിവര്യന്മാർ യുധിഷ്ഠിരാദികളെ കണ്ടിട്ട് അവരെ വളരെ ആദരവോടുകൂടി സ്വീകരിച്ചു. യുധിഷ്ഠിരാദികൾ അവരുടെ എല്ലാം കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് തടാകങ്ങളിൽ മനോഹരമായിട്ടുള്ള സ്വർണ്ണ നിറത്തിലുള്ള ആമ്പലും താമരയുമൊക്കെ നിറഞ്ഞിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അവിടെ ഉള്ളത്. അവിടെയുള്ള മഹർഷിമാരോടൊപ്പം യജ്ഞങ്ങളിലും ഹോമങ്ങളിലുമൊക്കെ പങ്കെടുത്ത് ആ ബ്രാഹ്മണരും പാണ്ഡവരും പാഞ്ചാലിയും അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ആശ്രമത്തിൽ വളരെ സമാധാനത്തോടു കൂടിയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വൈശമ്പായൻ പറഞ്ഞു, തങ്ങളുടെ അനുജനായിട്ടുള്ള അർജുനനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ആ പുരുഷ വ്യാഘ്രന്മാരായിട്ടുള്ള പാണ്ഡവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രാത്രി അവിടെ തങ്ങി. അന്നൊരു ദിവസം വടക്കിഴക്ക് ഭാഗത്തു നിന്ന് ഇതുവരെ അവർ കാണാത്ത തരത്തിലുള്ള ഒരു പുഷ്പം, സൂര്യതേജസ്സുള്ള 1000 ഇതളുകളുള്ള ഒരു താമരപ്പൂവ് എങ്ങനെയോ പറന്ന് പാണ്ഡവരുടെ മുമ്പിൽ എത്തിച്ചേർന്നു. ആ ഭംഗിയേറിയ പുഷ്പം വന്ന് വീഴുന്നത് പാഞ്ചാലി കണ്ടു. ശുഭമായിട്ടുള്ള ആ പുഷ്പം കയ്യിലെടുത്തിട്ട് അതുമായിട്ട് ഭീമസേനൻ്റെ അടുത്ത് നിന്നിട്ട് പാഞ്ചാലി ഭീമസേനോട് പറഞ്ഞു, ഭവാനെ, അങ്ങ് ഈ മനോഹരമായിട്ടുള്ള പുഷ്പം കണ്ടോ? എന്തൊരു മനോഹരമായിട്ടുള്ള പുഷ്പമാണിത്. ഇതിൽ പരം വിശേഷമായിട്ടുള്ള പുഷ്പങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ മണം എത്ര മനം കുളിർപ്പിക്കുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത് ഞാൻ ധർമ്മരാജാവിന് കൊടുക്കട്ടെ. എൻ്റെ പ്രയത്നമായിട്ട് അങ്ങ് ഇതുപോലുള്ള ധാരാളം പുഷ്പങ്ങൾ എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ചുകൊണ്ട് വരണം. എന്നോട് ഭവാന് ഇഷ്ടമുണ്ടെങ്കിൽ
അങ്ങ് ഇതുപോലെയുള്ള ധാരാളം പുഷ്പങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടു തരണമെന്ന് ഭീമനോട് പറഞ്ഞതിന് ശേഷം കൃഷ്ണ ആ പുഷ്പം ധർമ്മരാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് നടന്നു. ഇനിയും ബാക്കിയുള്ള കഥ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.